ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടിലെ ചെടികളും കുട്ടികളും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയ കുറച്ച് അഗ്ലോണിമയുടെ സീഡ്ലിങ്സ് ഉണ്ട്. അത് നമ്മളെങ്ങനെയാണ് നടുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് നമ്മൾ അറിയിക്കാം. വേറെ രീതിയിലാണ് ഇങ്ങനെയല്ല നടേണ്ടത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ബെല്ലൈക്കൺ ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ സീഡ്ലിങ്സ്. 5 മാനി റെഡിൻ്റെ ഒരു ചെറിയ പ്ലാന്റാണ്. പിന്നെ ഇത് റൊട്ടാനം ടൈഗറിൻ്റെ ഒരു ചെറിയ പ്ലാന്റാണ്. പിന്നെ ഇത് പിങ്ക് ലിപ്സ്റ്റിക്ക് എൻ്റെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സീഡ്ലിങ് കിട്ടിയപ്പോൾ വാങ്ങിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളെടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് കുറച്ച് ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോൺ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജൈവവളം എടുത്തിട്ടുണ്ട്. കുറച്ച് ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട്. കുറച്ച് മണലും കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പോട്ടിംഗ് മിക്സായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ മൂന്നാണ് ഇരിക്കുന്നത്. ഇതാണ് നടാൻ പോവാണ്. പിന്നെ ഇത് പൊട്ടിക്കാൻ കവർ പൊട്ടിച്ച് ഉള്ളിൽ വേറെ ഇതുണ്ട്. ഇതാണ് വേറെ ചട്ടിക്ക് ഇറക്കി വെക്കണം. പൊട്ടിച്ചാണ് രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട്. കല്ലൊക്കെ ഇട്ടെന്ന് പറയുമോ കല്ലിട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ മണ്ണൊക്കെ സുഖമായി അവിടെ ഇട്ടാൽ മണ്ണിങ്ങോട്ട് ഓട്ടാണ് ചൂടൊക്കെ മണ്ണ് പോവും. അതാണ് ഇട്ടത്. ഇനി കുറച്ച് എല്ലുകൾ വന്നു. കോലല് കൊണ്ട് കുറച്ച് മണ്ണൊക്കെ ഇടണം. മണ്ണിട്ടല്ലോ കൂടെ ചെറു ഓട്ടണം. എന്നിട്ടാണ് ഒരു ചെടി വെച്ചാൽ ഇതായിട്ട് മണ്ണ് ഇടണം. തഴപ്പത് വീഴത് കാരണം മണ്ണ് ഇയാൾ കുഴിയൊക്കെ ഉണ്ട്. പിന്നെ
മണ്ണായിട്ട് കുഴി അടക്കാൻ നിൽക്കണം. എനിക്ക് അടുത്ത് വെച്ചാലും ഗൈസ്. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം കൂടി വെച്ചിട്ടുണ്ട്. വലിയ ചട്ടിയുള്ള കാരണമാണ് ചട്ടി അടക്കാൻ വെച്ചണം ഗൈസ്. കുറച്ചിടാം. ഇടാം. ശരിയാക്കണ്ടേ? കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. മോളെയും കാക്കനും കുറച്ച് മോളെയും കാക്കയിലേക്ക് വീടുണ്ട് ഗൈസ്.